വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കേണ്ട 22-ാം അധ്യായം അതിന്റെ 31-32 വാക്യമാണ്. ഷീമോനെ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു, പക്ഷെ ഞാനുണ്ടല്ലോ സമ്മതം കൊടുത്തില്ല. എൻ്റെ കണ്ണ് നനയിപ്പിച്ചിട്ടൊരു ഭാഗം അത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എൻ്റെ മുഖത്തോട് നോക്കി. നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ എന്നോട് അനുവാദം ചോദിച്ചെന്ന്. ദൈവത്താൽ അനുവദിക്കപ്പെട്ടൊരു കാലഘട്ടം വരെ സാത്താന് സ്വർഗത്തിൽ ചെല്ലാനുള്ള അനുവാദമുണ്ട്. എക്കാലവുമില്ല. ദൈവത്താൽ അനുവദനീയമായൊരു സമയം വരെ അവന് സ്വർഗത്തിൽ ചെല്ലാനുള്ള അനുവാദമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിലൊക്കെ നാം അത് വായിക്കുന്നുണ്ട്. ദൈവപുത്രന്മാർ ദൈവസന്നിധി നിൽക്കാൻ ചെല്ലുമ്പോൾ ആ കൂട്ടത്തിൽ സാത്താനും ചെല്ലുന്നുണ്ട്. പക്ഷെ അവന് ചെല്ലാനുള്ള അനുവാദമേ ഉള്ളൂ, അവിടെ അധികാരമൊന്നുമില്ല. എന്നാൽ അവൻ അധികാരമുള്ള ഒരു സ്ഥലമുണ്ട്, അത് ഈ ഭൂമിയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അടുക്കൽ വന്ന് സാത്താൻ പറഞ്ഞു, ഇത് മുഴുവൻ എങ്കൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, എന്നെ വീണ്ടും നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ അങ്ങേക്ക് തരാം. കർത്താവ് അതിനെ എതിർത്തില്ല. ആദാമിന് ദൈവം കൊടുത്തിരുന്നതെല്ലാം പാപത്താൽ അവൻ സാത്താന് കൊണ്ട് അടിയറവ് വെച്ചു. എക്കാലവും അവൻ ഇവിടെ അധികാരമില്ല. ഭൂമിയുടെ വീണ്ടെടുപ്പ് യേശു ക്രിസ്തു ക്രൂശിൽ സാധിച്ചു. എന്നാൽ അതിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം യഥാസ്ഥാനത്താകുന്നൊരു കാലം വരുന്നുണ്ട്. ആ സമയം വരെ സാത്താൻ ഇവിടെ അധികാരമുണ്ട്, പക്ഷെ പരമാധികാരമില്ല. ഒന്ന് സ്തോത്രം ചെയ്ത ദൈവമക്കൾ പറഞ്ഞ്, പരമാധികാരി സർവശക്തനായ നമ്മുടെ ദൈവമാണ്. എന്നാൽ സാത്താൻ അധികാരമുള്ള ഈ ഭൂമിയിൽ എൻ്റെ തമ്പുരാന്റെ അനുവാദമില്ലാതെ അവൻ എത്തി നോക്കാൻ കഴിയാത്തൊരു ഗ്രൂപ്പുണ്ട്. അവരാണ് യേശുവിൻ്റെ ചങ്കിലെ ചോരയാൽ വില കൊടുത്ത് വാങ്ങപ്പെട്ട ദൈവത്തിൻ്റെ സഭയെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളെങ്കിൽ. യേശു പറയുന്ന ഒന്നാമത്തെ ആശയം എന്താ? ഇത് അവൻ അധികാരമുള്ള സ്ഥലമായിരിക്കാം, പക്ഷെ എൻ്റെ അനുവാദമില്ലാതെ നിങ്ങളെ എത്തി നോക്കാൻ കഴിയുകയില്ല. കൃപ ലഭിച്ച ദൈവമക്കൾ ആധരം തുറന്ന് ഇന്ന് രാത്രി സിംഹഗർജനം പോലെ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന പൈശാചിക ശക്തികൾ, ആഭിചാര മന്ത്രവാദ പൈശാചിക ദേശാധിപതി ശക്തികൾ, കുടിയിരിപ്പ് ശക്തികൾ, അഭിഷക്തന്മാരെ നമ്മുടെ മിനിസ്ട്രിക്കെതിരെ, വിശ്വാസികളെ നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ, നമ്മുടെ തലമുറകൾക്കെതിരെ, ആയുസ്സിനും ആരോഗ്യത്തിനും ജീവനും നന്മയ്ക്കുമെതിരെ വീറോടെ വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ എത്ര പ്രബലമെങ്കിലും അധരത്തിൽ അധികാരമുള്ള ദൈവകൃപയുള്ള ദൈവമക്കൾ ഒരുമിച്ച് ആത്മാവിൽ നിന്ന് കൽപ്പിച്ചു പറ, ദുഷ്ടപിശാചേ, നീ എത്ര കുട്ടിയിരിക്കുന്ന നിന്റെ ഈട്ടില്ലമാണെങ്കിലും എനിക്ക് ജീവൻ തന്നെന്നെ വിലയ്ക്ക് വാങ്ങിയ, രക്തം മറുവിലയായി തന്നെ വീണ്ടെടുത്ത എൻ്റെ രക്ഷിതാവ് അറിയാതെ, എൻ്റെ കർത്താവിൻ്റെ സമ്മതമില്ലാതെ എനിക്കെതിരെ, എൻ്റെ തലമുറയ്ക്കെതിരെ, എൻ്റെ മിനിസ്ട്രിക്കെതിരെ, എൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ജീവനും കുടുംബത്തിനും എതിരെ നിൽക്കാൻ നിനക്ക് അനുവാദമില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിട്ടുപോ എന്ന അധികാരത്തോടെ പറയാൻ ആത്മാവിൽ നിയോഗമുള്ള ദൈവമക്കൾ കരമടിച്ച് അല്പനിമിഷം ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പ്രാണനിലും ചിലൽ പ്രത്യക്ഷമായ ദൈവപ്രവർത്തികൾ സംഭവിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവ വചനത്തിന്റെ ശക്തിയാൽ അതങ്ങനെ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവ ശക്തി ഈ പന്തലിന്റെ കീഴിൽ മാത്രമല്ല, ഈ ശബ്ദം ചെല്ലുന്ന ഇടത്ത് ഈ രാത്രി പ്രകടമായി വെളിപ്പെടട്ടെ. രാത്രി ഞാൻ ഈ വചനം ഇവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കും അളവിൽ രോഗാത്മാവായി ഏതെങ്കിലും കുടുംബങ്ങളിൽ കുടിയിരിക്കുന്ന, ഏതെങ്കിലും അഭിഷക്തന്മാരുടെ മിനിസ്ട്രിയെ തടയാൻ രോഗാത്മാവായി പൊരുതുന്ന, ഏതെങ്കിലും വിശ്വാസിയുടെ സാമ്പത്തിക മേഖലയെ തകർത്ത് കളയാൻ രോഗാത്മാവായി വെല്ലുവിളിക്കുന്ന പൈശാചിക ആധിപത്യങ്ങളുണ്ടെങ്കിൽ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള അത്ഭുതകരമായ ദൈവിക വിടുതൽ ഇതിനകത്ത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്നു.
സ്തോത്രം, 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 സ്തോത്രം. എന്നോട് അനുവാദം ചോദിച്ചെന്ന് ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ്. അവനിവിടെ അധികാരമൊക്കെ ഉണ്ട്, പക്ഷെ അവൻ അധികാരമുള്ളിടത്ത് എൻ്റെ അനുവാദമില്ലാതെ നിങ്ങളെ തൊടാൻ പറ്റിയല്ല, നിങ്ങളെ എത്തി നോക്കാൻ പറ്റിയല്ല. എഴുതി വെച്ചോ, പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, നീ പാർക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്ന് ഞാൻ അറിയുന്നു, എങ്കിലും നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. തന്നെ വിസ്തരിക്കാൻ നിൽക്കുന്ന വിസ്താര കോടതിയുടെ മുമ്പിൽ അവരോട്, ന്യായാധിപന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ ആരാണെങ്കിലും മുകളിൽ നിന്ന് അധികാരം കിട്ടിയിട്ടല്ലാതെ എൻ്റെ മേൽ ഒരു കാര്യവുമില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രി നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ആ പൈശാചിക ആധിപത്യത്തോട് KJ തോമസ് അല്ല, കൃപ ലഭിച്ച ദൈവമക്കൾ അധരം തുറന്ന് വിശ്വാസത്താൽ ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ വിളിച്ചു പറഞ്ഞ്, ദുഷ്ടപിശാചേ, ഞാൻ യേശു ക്രിസ്തുവിന്റെ വകയാണ്. എന്റെ കർത്താവ് തന്റെ ക്രൂശിലെ മരണം മൂലം എന്നെ വിലക്ക് വാങ്ങിയതാണ്. എന്നോട് അടുത്തു വരാൻ, എന്നോട് പോരാടി നിൽക്കാൻ നിനക്കെന്ത് അനുവാദം? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രി അകന്നു മാറ് എന്ന അധികാരത്തോടെ പറയാൻ ആത്മാവിൽ കരുത്തുള്ള ദൈവ കൃപയുള്ള എത്ര പേർ ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ സമ്മതിച്ചില്ല. 2, ചൂസൻ ജനറേഷന്റെ 2ാമത് കൺവെൻഷന്റെ പ്രഥമ രാത്രിയിലെ മീറ്റിംഗ് ഒരു ലൈവാ. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ്. ഇതുപോലെ അത് ലൈവായി നടക്കുന്ന കാര്യമല്ല. നിങ്ങളറിയാതെ സാത്താൻ വന്ന് എൻ്റെ ചെവി ചോദിക്കുന്നു, നിങ്ങളെ പാറ്റാൻ അനുവദിക്കാവോ എന്ന്. അനുവാദം കൊടുക്കണോ വേണ്ടയോ എന്നൊന്നും കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചില്ല. കാര്യം എന്നാ? അതിപ്പോൾ സംഭവിക്കുന്നതല്ല, ഇന്നലകളിൽ എപ്പോഴോ സംഭവിച്ചതാ. പക്ഷെ ഇപ്പൊ കർത്താവ് പറയുമ്പോഴാ അങ്ങനെ ഒരു കാര്യം നടന്നായിരുന്നു എന്നവരറിയുന്നത്. ഒന്നുകൂടെ പറയാം, സാത്താൻ അനുവാദം ചോദിച്ചു ചെന്നതും കർത്താവ് അനുവാദം കൊടുക്കാതിരുന്നതും അവരറിഞ്ഞില്ല. ഇപ്പൊ കർത്താവ് പറയുമ്പോഴാ അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു എന്നവർ തിരിച്ചറിയുന്നത്. ഈ രാത്രി പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ, കസാരയിൽ ഇരിക്കുമ്പോൾ പിറകോട്ടിറങ്ങി തിരിഞ്ഞൊന്ന് ചിന്തിച്ചോണം കേട്ടോ. ഞാനും നിങ്ങളും അറിയാതെ നമ്മളെ തകർത്ത് കളയാൻ ദുഷ്ടപിശാച് എത്ര വഞ്ചനയുടെ വല വിരിച്ചതാ, തകർച്ചയുടെ കുഴി കുഴിച്ചതാ. പിശാചും മനുഷ്യരും ഒരുപോലെ നമ്മുടെ നാശം കണ്ട് കൈകൊട്ടിച്ചിരിക്കാൻ എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്തപ്പോഴും നീ പോലും അറിയാതെ, വഞ്ചനയുടെ വലയ്ക്കകത്ത് കുരുങ്ങാതെ, തകർച്ചയുടെ കുഴിക്കകത്ത് നിബദിക്കാതെ ഒഴിവാക്കി നടത്തിയൊരു ദൈവം ഇന്ന് രാത്രി ഉയരത്തിൽ ഉണ്ടായിരുന്നു എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം പറയാൻ, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം എൻ്റെ ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ ആത്മാവിൽ നിയോഗമുള്ള എത്ര പേരുണ്ട്? ആത്മനിയോഗത്തോടെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, എനിക്കെതിരെ ഈ പുൽപ്പിറ്റിലോ സദസ്സിലോ ഇരിക്കുന്ന അഭിഷക്തന്മാർക്കെതിരെ, വേർപെട്ട ദൈവത്തിന്റെ ജനത്തിനെതിരെ ഞങ്ങളറിയാതെ വഞ്ചനയുടെ വല വിരിക്കുന്ന, തകർച്ചയുടെ കുഴി കുഴിക്കുന്ന, ഞങ്ങളുടെ മിനിസ്ട്രിയെ ഉടച്ചു കളയാൻ, ഞങ്ങളെ കരിവാരി തേച്ചു കളയാൻ, ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ മാനുഷിക ഗൂഢ നീക്കങ്ങൾ ദുഷ്ടപിശാചും മനുഷ്യരും ഒരുപോലെ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ പൈശാചിക പദ്ധതികളെ ഞങ്ങൾ അഴിച്ചു മാറ്റുകയാണ്. ഈ രാത്രി എഴുതി വെച്ചു, അഹിത്തോഫേലിന്റെ ആലോചനയെ എന്റെ ദൈവം വ്യർത്ഥമാക്കിയതുപോലെ താങ്കൾക്കെതിരെയുള്ള ചില ഗൂഢ പദ്ധതികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് നിർവീര്യമാക്കുന്നത് പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തരുന്നു. അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ജയത്തിന് കുതിര വ്യർത്ഥമാണ്. എന്റെ ദൈവം ഹല്ലേലൂയ, ഹല്ലേലൂയ, അസാധാരണമായ ചില കാര്യങ്ങൾ ചിലർക്ക് വേണ്ടി ചെയ്യുന്നത് ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഈ രാത്രി എഴുതി വെച്ചോ, നാം അറിയാതെ നമ്മെ തകർക്കാൻ പിന്തുടരുന്ന ചില ശക്തികളുണ്ട്. പക്ഷെ നാം പോലും അറിയാതെ സ്വർഗം ആ മേഖലയിൽ ഇടപെടുകയാണ്. കർത്താവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നു, ഈ യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. പുറപ്പെടാൻ കാരണമുണ്ട്. ഈ അമ്മ അവനോട് പറഞ്ഞായിരുന്നു, മകനെ, നീ എൻ്റെ ആങ്ങളയുടെ വീട്ടിൽ, നിന്റെ അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് പോ, തൽക്കാലം മാറി നിൽക്ക്. സമയമാകുമ്പോൾ ജ്യേഷ്ഠന്റെ കോപം മാറിയ ശേഷം ഞാൻ നിന്നെ ആളയച്ച് വിളിപ്പിക്കാം. 20-ൽ പരം വർഷം കഴിഞ്ഞു, റിബേക്ക ആളയച്ച് വിളിപ്പിച്ചില്ല.
അതുകൊണ്ട് ആള് വരാത്തത് കൊണ്ട് യാക്കോബ് പോകാതിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം ദൈവം യാക്കോബിനോട് പറഞ്ഞു, വീട്ടിൽ നിന്ന് ആള് വന്നില്ലെങ്കിലും വീട്ടിലെ സാഹചര്യം എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിലും ഞാൻ നിന്നോട് പറയുക, പാർത്തത് മതി, പൊക്കോ. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് എൻ്റെ വിഷയമല്ലെങ്കിൽ പോലും ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാണ്, ദൈവം ഒരു നിയോഗം കൈമാറിയാൽ, തമ്പുരാൻ ഒരു ദർശനം തന്നാൽ, ആഴിയെന്നോർക്കാതെ ആഴമാരായാതെ സാഹചര്യങ്ങളെ ദൈവത്തിന് സ്തോത്രം വിശകലനം ചെയ്ത് അറച്ചു നിൽക്കാതെ ദൈവശബ്ദത്തിന് ചുവട് വെച്ചാൽ ചില ദൈവ പ്രവൃത്തികൾ താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് എൻ്റെ ദൈവം കാണിച്ചു തരുമെന്ന് ആത്മാവ് സ്തോത്രത്തോടെ പറയാൻ എന്നോട് പറയുമ്പോൾ അധരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ചിലരുടെ തലയിൽ കൈവച്ചെന്ന വണ്ണം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, മാനുഷികമായ സാഹചര്യങ്ങൾ നോക്കിയാൽ നിനക്കൊരിക്കലും ചുവടെടുത്ത് വയ്ക്കാൻ കഴിയാത്ത നിലയിൽ, നിനക്കൊരിക്കലും തീരുമാനമെടുക്കാൻ കഴിയാത്ത നിലയിലുള്ള ചില നിയോഗങ്ങൾ ദൈവം തരും. എന്നാൽ സാഹചര്യങ്ങൾ ഓർത്ത് അറച്ചു മാറി നിൽക്കാതെ ദൈവശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ് ചുവടെടുത്തു വെച്ചാൽ ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടുന്നത് കണ്ണുകൊണ്ട് കാണുമെന്ന് ഈ രാത്രി പോഷ്കില്ലാത്ത ദൈവം വചനത്തിന്റെ ഉറപ്പ് കൈമാറുന്നു. വിശ്വാസത്താൽ ആ ദൈവശബ്ദത്തിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? യാക്കോബ് അങ്ങനെ ദൈവശബ്ദത്തിന് ചുവട് വെച്ച് മുന്നോട്ട് പോകുകയാണ്. എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് ശക്തമായി പറയുന്നു, ദൈവഹിതത്തിനനുസരിച്ചാണോ, ദൈവിക നിയോഗത്തിന് അനുസരിച്ചാണോ മുന്നോട്ടുള്ള പോക്ക്? എന്നാൽ അതിനെതിരെ വരുന്ന സകല പോരാട്ടങ്ങളെയും സകല പ്രതിസന്ധികളെയും എൻ്റെ ദൈവം കൈകാര്യം ചെയ്യും കേട്ടോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ന് രാത്രി എന്താ പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയുന്നത്. ദൈവാലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന, ദൈവിക നിയോഗത്തിന് മുന്നോട്ട് പോകുന്ന അഭിഷക്തന്മാരെ, വിശ്വാസികളെ പിറകോട്ട് വലിക്കാൻ, ഇന്ന് രാത്രി അവരെ മടിപ്പിക്കാൻ പിന്തുടരുന്ന പൈശാചിക മണ്ഡലമേ, ഇവിടെ മുഴങ്ങുന്ന വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ആജ്ഞാപിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിട്ടുപോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഞാൻ തിരിച്ചറിയുന്നു. പ്രിയരെ, അല്പനിമിഷം ആത്മാവ് നിങ്ങൾക്ക് നിയോഗം തരുന്നത് പോലെ കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങളുടെ നിയോഗങ്ങളെ മടിപ്പിക്കുന്ന ചില പൈശാചിക പോർവിളികളെ ഈ രാത്രി പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കുന്നത് എനിക്ക് വചനത്തിന്റെ വെളിപ്പാടിൽ തിരിച്ചറിയാൻ കഴിയുന്നു. മൂന്നാമത്തെ ദിവസമാ ലാബാൻ അറിയുന്നത് യാക്കോബ് പോയെന്ന്. സഹോദരന്മാരുമായി വലിയൊരാൾക്കൂട്ടവുമായി യാക്കോബിനെ തിരിച്ചു കൊണ്ടുവരാൻ ലാബാൻ പുറപ്പെടുക. 7-ാം ദിവസം 2 കൂട്ടരും ഗിലെയാദ് പർവ്വതത്തിലെത്തി. കയ്യെത്താവുന്ന ദൂരത്ത് ലാബാന് യാക്കോബിനെ കിട്ടി. നാളെ പ്രഭാതത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നാൽ യാക്കോബിനെ പിടിക്കും. അതാ ലാബാന്റെ പദ്ധതി. അതിനുള്ള എല്ലാ കരുനീക്കങ്ങളും അവൻ നടത്തി. പക്ഷെ അന്ന് രാത്രി ഗിലെയാദ് പർവ്വതത്തിൽ ലാബാന്റെ അടുക്കൽ എൻ്റെ ദൈവം ഇറങ്ങി. എന്നിട്ട് ലാബാനോട് പറഞ്ഞു, ലാബാനെ, യാക്കോബിന്റെ ദാസന, നീ അവനോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്തു പോകരുത്. പിറ്റേ പ്രഭാതത്തിൽ ലാബാൻ പറയുക, യാക്കോബേ, നീ വിദഗ്ധമായി എന്നെ കബളിപ്പിച്ച് പോന്നൊന്നും ചിന്തിക്കണ്ട. നിന്നെ തിരിച്ചു പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ തന്നെ ഞാൻ വന്നത്. അതിനുള്ള സന്നാഹം എനിക്കുണ്ട്, ആൾബലം എനിക്കുണ്ട്, സഹോദരങ്ങൾ എൻ്റെ കൂടെയുണ്ട്. പക്ഷെ എന്താ എൻ്റെ ആശ നടക്കാത്തെന്നറിയാമോ? എന്താ ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുപോകാത്തെന്നറിയാമോ? നിന്റെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പറഞ്ഞു, നീ അവൻ്റെ ദാസനാണെന്ന്, നീ അവനോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്തു പോകരുതെന്ന്. യാക്കോബ് അറിഞ്ഞില്ല ലാബാൻ അവനെ പിടിച്ചു കൊണ്ടുപോകാൻ അവൻ്റെ പിറകെ വരുന്നുണ്ടെന്ന്. ലാബാൻ ഗിലെയാദ് പർവ്വതത്തിൽ ഉണ്ടെന്ന്
അന്ന് രാത്രി യാക്കോബ് അറിഞ്ഞില്ല. പക്ഷെ യാക്കോബേ, നീ അറിയാത്തൊരു പ്രതിസന്ധി നിനക്കെതിരെ കടന്നു വന്നപ്പോൾ സർവശക്തനായ ദൈവം നീ പോലും അറിയാതെ ആ പ്രതിസന്ധിയോട് ഇടപെട്ടത് കൊണ്ട് പ്രതിസന്ധിക്കകത്ത് നിന്ന് നീ രക്ഷപ്പെട്ടത്. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ അതരം തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ, എന്റെ ദൈവമേ, ഞാൻ അറിയാതെ എന്തെല്ലാം പ്രതിസന്ധികൾ എനിക്കെതിരെ പിന്തുടരുന്നതാ. എന്നാൽ അതിൽ നിന്നെല്ലാം എന്നെ ഒഴിവാക്കിയ, എന്നെ കരകയറ്റിയ, ഇന്ന് രാത്രിയും ജീവനോട് കസാരയിൽ എന്നെ ഇരുത്തിയ ദൈവ കൃപയ്ക്ക്, അതുല്യ ദൈവ സ്നേഹത്തിന് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം എന്റെ ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ മനസ്സുള്ള ആരവാരം മുഴക്കി എന്റെ ദൈവത്തിന് നന്ദി പറയാൻ മനസ്സുള്ള എത്ര പേർ ഇവിടെ ഉണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് ഇടപെടുന്നു. നിയോഗത്തിനനുസരിച്ച് ചലിക്കുന്ന ദൈവ ശബ്ദത്തിനനുസരിച്ച് ശുശ്രൂഷിക്കുന്ന ദൈവഗീതത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന നിന്നെ നീ അറിയാതെ കുരുക്കിക്കളയാൻ പിന്തുടരുന്ന ചില ശക്തികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി നിർവീര്യമാക്കുന്ന ഒരാത്മീക വെളിപ്പാട് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ എനിക്ക് കൈമാറുന്നു. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ എല്ലാവരുടെ കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ, നിനക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കയില്ല. എന്തോ ദൈവാത്മാവ് ഇന്ന് രാത്രി എനിക്കൊരു നിയോഗം അങ്ങനെ തരുന്നു. കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത് ഒരുമിച്ചൊന്ന് പറഞ്ഞ്, നിനക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കയില്ല. എൻ്റെ ദൈവം കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവമാണെങ്കിൽ നീ അറിയാതെ നിന്നെ കുരുക്കിക്കളയാൻ പൈശാചിക മണ്ഡലങ്ങളും മാനുഷിക ശക്തികളും ഒരുപോലെ ആസൂത്രണം ചെയ്യുന്ന അവന്റെ ചില രഹസ്യ പദ്ധതികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് നിർവീര്യമാക്കുന്നത് ആത്മാവിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് നിയോഗമുണ്ട്? ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞു. ഞാൻ അവരെ സൂക്ഷിച്ചു. പിതാവേ, അവര് പോലും അറിയാതെ അവരെ പാറ്റാനുള്ള സമ്മതം മേടിക്കാൻ സാത്താൻ വന്നതാ. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ അവരെ സൂക്ഷിച്ചു. യൂദായുടെ ലേഖനം 1-ാമത്തെ വാക്യം അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് പറഞ്ഞ്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. നാം പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും മാത്രമല്ല, യേശു ക്രിസ്തുവിനായി നാം സൂക്ഷിക്കപ്പെടുന്നവരാണ്. കൃപ ലഭിച്ച ദൈവമക്കൾ അതരം തുറന്ന് സ്തോത്രം ചെയ്ത് 24-ാമത്തെ വാക്യം ഒരുമിച്ചൊന്ന് പറഞ്ഞ്, യൂദായുടെ ലേഖനം 24, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച്. ഈ ശബ്ദം പോരാ, കരമുയർത്തി അതരം തുറന്ന് ആ വാക്യം വിളിച്ചു പറ, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവന്. 1 തെസ്സലോനി 5:23, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകട്ടെ. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. എന്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നു. ഒരിക്കൽ നമ്മൾ ഈ മണ്ണിനോട് വിട പറയും. നിത്യതയിൽ നാം എത്തും. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കും. പാദപീഠ മുത്തം ചെയ്ത് നിറകണ്ണുകളോടെ പറയും, പൊന്നു കർത്താവേ, ഞാനിവിടെ എത്തിച്ചേരാതിരിക്കാൻ എന്തെല്ലാം വലകളും കുഴികളും പിശാചും മനുഷ്യരും വിരിച്ചതാ, കുഴിച്ചതാ. എന്നാൽ ഞാൻ പോലും അറിയാതെ അതിൽ നിന്നെല്ലാം എന്നെ ഒഴിവു കഴിവുള്ളവനാക്കി, ഉള്ളവളാക്കി നിത്യതയിൽ കൊണ്ടെത്തിച്ച് അനർഗള ദൈവകൃപയ്ക്ക് സ്തോത്രമെന്ന് പറയുന്ന ഒരു നല്ല നിത്യത നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ടെന്നോർത്ത് പരപ്രേരണ കൂടാതെ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ യേശു കർത്താവ് പ്രഥമ പരിഗണന കൊടുത്തത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്.
അടുത്ത ചിന്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 3, യേശു കർത്താവ് താനായി തനിക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥന? പിതാവേ, ലോകസ്ഥാപനത്തിനു മുമ്പ് എനിക്ക് അങ്ങയുടെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക്, അടുത്ത പദത്തിന് അടിവരയിടണം, തിരികെ കൈക്കൊള്ളണമേ. ഒരു നല്ല ആമേൻ എന്ന് പറയും. അപ്പൊ തനിക്കുണ്ടായിരുന്ന മഹത്വം കർത്താവ് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. ഒന്നുകൂടെ പറയാം, നമ്മെ തേടി നമ്മുടെ രക്ഷിതാവ് ഈ മണ്ണിലേക്ക് വരുമ്പോൾ തൻ്റെ ദൈവത്വമല്ല, പിന്നെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ് വേണ്ടെന്ന് വെച്ച് വന്നത്. ഫിലിപ്പി ലേഖനം 2:5 മുതൽ ക്രിസ്തുയേശുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹം ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു, ക്രൂശിലെ മരണത്തോളം തന്നെ. എല്ലാവരും സ്തോത്രം ചെയ്ത് എന്നോട് വരണേ. അപ്പൊ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യനായി മണ്ണിൽ വരുമ്പോൾ തൻ്റെ ദൈവത്വമല്ല, പിന്നെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ് വേണ്ട എന്ന് വെച്ച് വന്നത്. എന്തുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം വേണ്ടെന്ന് വെച്ച് മനുഷ്യനായി മണ്ണിൽ വന്നു? അതറിയണമെങ്കിൽ ആദാമ്യ പാപത്തിലേക്ക് നാം ഒന്ന് വരണം. നയപരമായി തന്ത്രപരമായി പിശാച് ഹവ്വായുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഹവ്വായുടെ മറുപടി ഇല്ലില്ല, എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലമൊന്നും തിന്നരുതെന്ന് ഉടയതമ്പുരാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് മാത്രമല്ല തൊടരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ദൈവം അങ്ങനെ പറഞ്ഞില്ല, തൊടരുതെന്ന് ദൈവം പറഞ്ഞില്ല. എന്നാൽ ഹവ്വ മെനഞ്ഞു കെട്ടി കരുതിക്കുട്ടി കള്ളം പറഞ്ഞു, ആ വിടവിലൂടെ സാത്താൻ കയറിയെന്നാണ് നമ്മൾ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം. അത് ശരിയാണ്, അതിന് ഞാൻ എതിർക്കുന്നില്ല. എന്നാൽ അതിനൊരു മറുവശമില്ലേ? അതും കൂടെ ഞാനൊന്ന് പറയാം. സത്യത്തിൽ ആ വൃക്ഷഫലം തിന്നരുത് മാത്രമല്ല തൊടരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഹവ്വ പറയുമ്പോൾ മെനഞ്ഞു കെട്ടി പോഷ്കു പറഞ്ഞു എന്നതിനപ്പുറത്ത് സത്യത്തിൽ ആ വൃക്ഷഫലം തിന്നാൻ പോയിട്ട് തൊടാൻ പോലും ആ സാധു സഹോദരി ആഗ്രഹിച്ചിരുന്നില്ല എന്നൊരു നല്ല വശം കൂടെ അതിനുണ്ട്. സഹോദരിമാരെങ്കിലും ഒരു നല്ല മുഖപ്രസാദത്തോടൊന്നിരുന്നേ. അപ്പൊ എൻ്റെ ചോദ്യം, തൊടാൻ പോലും ആഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ വിലക്കപ്പെട്ട കനിയിലേക്ക് എങ്ങനെ അവരുടെ കൈ നീണ്ടത്? അവിടെയാണ് പൗലോസിന്റെ പ്രയോഗം. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. വിശുദ്ധ തിരുവെഴുത്തിലെ മനോഹര പഠന വിഷയമാണ് ഉപായം, പിശാചിന്റെ ഉപായം. എല്ലാം കൂടെ നീട്ടിപ്പരത്തി പറയുന്നില്ല. എന്താ സാത്താൻ അവിടെ പ്രയോഗിച്ച ഉപായം? ശ്രദ്ധിച്ച്, ഹവ്വായോട് പറയുകയാണ്, എന്തിനാ ഇത് തിന്നരുതെന്ന് പറയുന്നറിയാവോ? തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാകും. അത് ദൈവത്തിന് താല്പര്യമില്ല. അപ്പോഴാ അമ്മാമയ്ക്ക് കത്തിയത്. അത് പറ എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം തിന്ന, ഇതിൻ്റെ മാത്രം ഫലം തിന്നരുതെന്ന് ഉടയതമ്പുരാൻ പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുന്ന അതെന്നെ അങ്ങനെ പറഞ്ഞെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് ദൈവം അങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. എവിടെ ഇരുന്നുകൊണ്ടാണ് ഹവ്വ അങ്ങനെ ചിന്തിക്കുന്നത്? 8-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, നിഷ്പാപ യുഗത്തിൽ മനുഷ്യൻ എങ്ങനെയായിരുന്നു? സൃഷ്ടിയിൽ മനുഷ്യൻ എങ്ങനെയുള്ളവനായിരുന്നു, എങ്ങനെയുള്ളവളായിരുന്നു? 8-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, അങ്ങയുടെ കൈകളുടെ വിരലുകളുടെ പണിയായ ആകാശത്തെയും അങ്ങുണ്ടാക്കിയ ചന്ദ്രൻ. കുമ്പനാട്ടുകാരോട് തന്നെയാണോ ഞാൻ ഈ പ്രസംഗിക്കുന്നത്? അങ്ങയുടെ കൈകളുടെ വിരലുകളുടെ പണിയായ ആകാശത്തെയും അങ്ങുണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കുമ്പോ മനുഷ്യനെ ഓർക്കാൻ അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിപ്പാൻ അവനെന്തും മാത്രം. അങ്ങവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. തേജസ്സും ബഹുമാനവും അണിയിക്കപ്പെട്ട് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട അവസ്ഥ ിരിക്കുന്ന മനുഷ്യനോട് പിശാച് പറയുകയാണ്, പോരാ പോരാ, ഇതുപോരാ. ഒരു നല്ല ആമേനൊന്ന് പറ. നിങ്ങൾ ഇങ്ങനൊന്നും ഇരിക്കേണ്ടവരല്ല. പിശാച് കൊണ്ടിട്ട പാപത്തിന്റെ ഒന്നാമത്തെ വിഷവിത്ത് അസംതൃപ്തിയാണ്. ഒരു നല്ല ആമേനൊന്ന് പറ.
പാപം മനുഷ്യകുലത്തിൽ പിശാച് കടത്തിവിട്ടത്, ദൈവത്തിന് സ്തോത്രം, ഉപായത്തിലൂടെയാണ്. ആ ഉപായം അസംതൃപ്തിയായിരുന്നു പ്രഥമമായി ഉണ്ടായിരുന്നത്. അന്നു മുതൽ ഇന്നു വരെ പിശാച് മാനവകുലത്തിന്റെ ഇടയിൽ പ്രയോഗിച്ചിട്ടും മൂർച്ച കൂടുന്നതല്ലാതെ, അതിന്റെ സ്വാധീനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു മൂർച്ചയും കുറയാത്ത അവന്റെ ആയുധപുരയിലെ കനത്ത ആയുധമാണ് അസംതൃപ്തി. അത് നമ്മിൽ സംഭവിക്കാൻ ഇടവരരുത്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുമ്മനാടിലാണ് ഞാൻ പറയുന്നത്. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ പറയുന്നില്ല, എൻ്റെ കാര്യം പറയാം. 6 വർഷം മുമ്പേ ഞാനൊരു വീട് വെച്ചു. നല്ല വീടാണ്. ലൈവ് ഉള്ളത് കൊണ്ട് ഒത്തിരി വിശദീകരിക്കുന്നില്ല. കാരണം ഈ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ വിദഗ്ധരാണ്. അതുകൊണ്ട് ലൈവിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാനേ പേടിയാണ്. അതുകൊണ്ട് ഒരു ഉദാഹരണം അങ്ങ് പറയാം കേട്ടോ. ഞാൻ നല്ലൊരു വീട് 6 വർഷം മുമ്പ് വെച്ചേ. നല്ല വീട്, വിശാലമായ മുറി, വില കൂടിയ കട്ടിൽ. ആ വില കൂടിയ കട്ടിലിൽ നല്ല സുന്ദരം മെത്ത. ഹൈറേഞ്ചിലാണെങ്കിൽ ഇത്ര ഉഷ്ണമൊന്നുമില്ല. രാത്രികൾ തണുപ്പുണ്ട്, സുഖമായി ഉറങ്ങാം. പക്ഷെ കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ നല്ല വീട്ടിലെ വിശാലമായ മുറിയിലെ നല്ല കട്ടിലിലെ വിലയേറിയ മെത്തേ കിടന്നിട്ടും നല്ല തണുപ്പുണ്ടായിട്ടും എനിക്ക് ഉറക്കമില്ല. ഞാൻ മറിഞ്ഞും തിരിഞ്ഞും കിടക്കുക. രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് വിയർക്കുകയും ചെന്ന് വെള്ളം ചൂടാക്കി കുടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടി വിയർക്കുകയും വെള്ളം കുടിക്കുകയും ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയും ചെയ്യുന്നത് വീടില്ലാഞ്ഞിട്ടല്ല, വണ്ടി ഇല്ലാഞ്ഞിട്ടല്ല, കാലാവസ്ഥ ഉഷ്ണമായതുകൊണ്ടും അല്ല. എന്നാന്നറിയാവോ? കഴിഞ്ഞ 1 വർഷം മുമ്പ് എൻ്റെ അയൽപക്കത്തുകാരൻ എന്നേക്കാൾ നല്ലൊരു വീട് വെച്ചത്. അന്ന് തുടങ്ങിയതാ എനിക്ക് ഈ സൂക്കേട്. എന്നാ സൂക്കേടെന്നറിയോ? കർത്താവെ, 6 വർഷം മുമ്പ് ആ വീട് വെക്കണ്ടായിരുന്നു, ഇപ്പം വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴായിരുന്നെങ്കിൽ അവനേക്കാൾ നല്ല നിലയിൽ ഞാൻ വെച്ചേനെ. അതിൻ്റെ എലിവേഷനൊന്നും അങ്ങനെ ആയിരിക്കുകയില്ല. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് നമുക്കില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ അയൽവാസികൾക്കും കൂട്ടുവിശ്വാസികൾക്കും നമ്മളെക്കാൾ ഉണ്ടായി പോയതാ നമ്മുടെ പ്രശ്നം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് എൻ്റെ കൂടെ വരണം കേട്ടോ. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കയ്യടിയും നമ്മുടെ ബഹളവും നമ്മുടെ ഭക്തിയും നമ്മുടെ ആത്മീയതയുമെല്ലാം മറ്റുള്ളവരെ തോൽപ്പിക്കാനും മറ്റുള്ളവരെ വെല്ലുന്ന തരത്തിൽ എനിക്ക് നേടാനുമുള്ള പരാക്രമമായി മാറിയിട്ടുണ്ട്. വികലമായ ഒരാത്മീകതയുടെ പുറകെയാണ് ഇന്ന് പെന്തക്കോസ് സമൂഹം സഞ്ചരിക്കുന്നത് എന്ന് ഞാൻ സ്തോത്രം ചെയ്ത് വിളിച്ചു പറയുമ്പോൾ ഈ രാത്രി സ്തോത്രം ചെയ്ത് പറ, കർത്താവേ, മറ്റുള്ളവരെക്കാൾ നേടാനുള്ളതല്ല, അസംതൃപ്തിയുള്ളൊരു മനസ്സിനുടമയായി അസൂയയോടെയുള്ളൊരു ആത്മീക ജീവിതം നയിക്കാനല്ല. എൻ്റെ ദൈവം തന്നതിലൊക്കെ തൃപ്തിപ്പെട്ട് ദൈവത്തിന് സ്തോത്രം പറയാൻ ഒരു നല്ല മനസ്സെനിക്ക് തരണമെന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പറയുന്നവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് രാത്രി ഞാൻ വിനയത്തോടെ എന്നോടും നിങ്ങളോടുമായി ഇങ്ങനെ പറയുന്നു: ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 2 കാര്യം ശ്രദ്ധിച്ചോണം. 1, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിച്ചോണം. ഒരാമേൻ എന്ന് പറഞ്ഞു. KJ തോമസ് എന്ന് എനിക്ക് തന്ന വീടും വണ്ടി എല്ലാം ദൈവം തന്നതാണ്. പക്ഷെ PG മാത്യു സാറിന് PG മാത്യു സാറിന് കിട്ടിയതെല്ലാം അങ്ങേര് കളിപ്പിച്ചുണ്ടാക്കിയതാണ്. ഒരാമേൻ എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയതെല്ലാം ദൈവം തന്നതാണ്. കാരണം എൻ്റെ അമ്മ ഉപദേശിമാർക്ക് എനിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന മുട്ട എടുത്ത് കൊടുത്തു. ആ കെയർ ഓഫിൽ ദൈവം എനിക്ക് തന്നതാണ്. എൻ്റെ അമ്മ മാത്രമേ അങ്ങനെ മുട്ട കൊടുത്തിട്ടുള്ളൂ. എല്ലാവരും എന്നോടൊന്ന് സ്തോത്രം ചെയ്ത് വരണേ. എൻ്റെ അമ്മ മുട്ട കൊടുത്തതുപോലെ ആയിരക്കണക്കിന് അമ്മമാർ മുട്ട കൊടുത്തിട്ടുണ്ടെന്നേ. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചെങ്കിൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസ്തനാണെന്നേ. എന്നോട് ദൈവം വിശ്വസ്തത കാണിച്ചെങ്കിൽ എൻ്റെ ശുശ്രൂഷകനോട് കൂട്ടുവിശ്വാസിയോട് ദൈവം കാണിക്കുന്ന കരുണയിൽ, ദൈവം കാണിക്കുന്ന വിശ്വസ്തതയിൽ അസൂയപ്പെടാതെ, മാറി നിന്ന് കുറ്റം പറയാതെ, എന്നെ അനുഗ്രഹിച്ചതിനേക്കാൾ അവരെ അനുഗ്രഹിച്ചതിൽ ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ ഒരു നല്ല മനസ്സെനിക്ക് തരണമെന്ന് അതരം തുറന്ന് സ്തോത്രം ചെയ്ത് പറയുന്നവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഒത്തിരി കാര്യം എനിക്ക് തുറന്നു പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ എല്ലാം അങ്ങ് വിഴുങ്ങുക.
എൻ്റെ പ്രിയരെ, ഈ ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കാനാണോ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കാനാണോ എളുപ്പം? എൻ്റെ ഭാഷ ഞാൻ പറയാം, ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കാനാണ് എളുപ്പം. ഞാനിപ്പോൾ ഇവിടുന്ന് വണ്ടിയിലെ യോഗമൊക്കെ കഴിഞ്ഞ് പോവുക. അപ്പോൾ ബൈക്കിൽ നിന്ന് ഒരാളെ ഒന്ന് വീണു, ഒന്ന് സങ്കല്പം, അങ്ങനെ വീഴാതിരിക്കട്ടെ, സംഭവിക്കാതിരിക്കട്ടെ, വീണു. അതെൻ്റെ കൈയും കാലും ഒക്കെ ഒന്ന് ഒടിഞ്ഞു. അദ്ദേഹം അങ്ങനെ കിടക്കുക. എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടെ, ഞാൻ കണ്ടിട്ടേ ഇല്ല. നിങ്ങളെല്ലാം യോഗം കഴിഞ്ഞു, അയ്യോ അങ്ങേർക്ക് അത് പറ്റിയല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ കൂടി നിൽക്കുക. ഞാനും വണ്ടി നിർത്തി ഇറങ്ങി വരും. അയ്യോ കർത്താവേ, എവിടെ പോയിട്ട് വരികയാണോ? മക്കൾക്ക് എന്നാ പ്രായമുണ്ടോ? ഈ കൈയും കാലും ഒടിഞ്ഞു, ഒത്തിരി ഒടിവുണ്ടോ? ഇനി ചികിത്സിക്കാനുള്ള പണമൊക്കെ ഉണ്ടോ? അതോ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ നനഞ്ഞ കണ്ണുകളോട് അവിടെ നിന്ന് ചിന്തിക്കുമെന്നറിയാം. അപ്പം ദുഃഖിക്കുന്നവനോട് കൂടെ ദുഃഖിക്കാൻ എളുപ്പമാണ്. പക്ഷെ എനിക്കുള്ള വണ്ടിയേക്കാൾ നല്ലൊരു വണ്ടി എൻ്റെ കൂട്ടു ശുശ്രൂഷകൻ എടുത്ത് കഴിയുമ്പോഴുണ്ടല്ലോ, അവിടെ നിന്നുകൊണ്ട് കർത്താവേ ഈ വാഹനം കൊടുത്തത് കൊണ്ട് സ്തോത്രമെന്ന് അധരം കൊണ്ടല്ല ഹൃദയം കൊണ്ട് പറയണമെങ്കിൽ സാധാരണ മാനസാന്തരം പോരാ, നല്ല മാനസാന്തരം വേണം. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ധന്യമായൊരു ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുക. എല്ലാവരും അധരങ്ങൾ തുറന്നൊന്ന് സ്തോത്രം ചെയ്ത് പറ, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുക, നമുക്കുള്ളതിൽ തൃപ്തിപ്പെടുക. ഇപ്പോൾ ഉള്ളതുപോലും തരാൻ എനിക്ക് യോഗ്യതയില്ല, തന്നതെന്റെ ദൈവത്തിന്റെ ഔദാര്യമാണെങ്കിൽ അവരനെ പോലെ തന്നില്ലെന്ന് പറഞ്ഞു പിറുപിറുക്കാതെ, അർഹതയില്ലാത്തിടത്ത് ദൈവം തന്ന നന്മകൾക്ക് ഇന്ന് രാത്രി സ്തോത്രമെന്ന് മനസ്സോടെ പറയാൻ, പിശുക്കില്ലാതെ പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആർത്ത കരമുയർത്തി ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാ. പിശാച് മാനവകുലത്തിലിട്ട വിഷവിത്ത് അസംതൃപ്തിയാണ്. അങ്ങനെ മനുഷ്യൻ അവന്റെ തേജസ്സും ബഹുമാനവും നഷ്ടപ്പെട്ടു. എന്നാൽ എൻ്റെ ദൈവം എന്താ ചെയ്തെന്നറിയാമോ പ്രിയരെ? മനുഷ്യന്റെ പ്രകൃതി എന്താ? മനുഷ്യന്റെ പ്രകൃതി താണ നിലയിൽ നിന്ന് എങ്ങനെങ്കിലും ഉയർന്ന തലത്തിലേക്ക് എത്തപ്പെടണമെന്നാണ്. ഒന്നുകൂടെ പറയാം, ഇപ്പോൾ ആയിരിക്കുന്നതിനേക്കാൾ മെച്ചമായതിൽ എത്തിച്ചേരാനുള്ള പരക്കം പാച്ചിലാണ് മനുഷ്യന്റെ ജീവിതം. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞു. അങ്ങനെങ്ങാനും ഉയർന്ന തലത്തിൽ എത്തപ്പെട്ടാൽ പിന്നെ അവിടെ നിന്ന് എങ്ങനെ പിറകോട്ട് വരാതിരിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചുള്ള തന്ത്രം മെനയലാണെന്നും കൂടെ വേണമെങ്കിൽ ജീവിതത്തെ വിശേഷിപ്പിക്കുക. ഒരു നല്ല ആമേൻ പറഞ്ഞ് എൻ്റെ കൂടെ വരണേ. അപ്പം മനുഷ്യന്റെ പ്രവണത താണതിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് എത്തപ്പെടണമെന്നാണ്. കളക്ടർക്ക് ക്ലർക്കാകാനാണോ ക്ലർക്കിന് കളക്ടറാകാനാണോ താല്പര്യം? നിസ്സംശയം മറുപടി പറയാം, ഒരൊറ്റ കളക്ടർക്കും ക്ലർക്കാകണ്ട. എന്നാൽ എല്ലാ കളക്ടർമാർക്കും കളക്ടറായാൽ കൊള്ളാവുന്നുണ്ട്. ഇപ്പം മനുഷ്യന്റെ പ്രവണത അതാ, താണതിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് എത്തപ്പെടണം. എന്നാൽ എൻ്റെ ദൈവം എന്താ ചെയ്തെന്നറിയാം? മനുഷ്യ, എന്നെ പോലെ നീ ആകുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പിശാച് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ എൻ്റെ ഹൃദയം ഞാൻ നിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കാം. അതിന് മഹാദൈവം തേജസ്സിന്റെ കർത്താവ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മനുഷ്യനായി മണ്ണിൽ വന്നു. അധരം തുറന്ന ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട് പ്രിയരെ? അങ്ങനെ യേശു കർത്താവ്, തേജസ്സിന്റെ കർത്താവ്, മനുഷ്യനായി തന്റെ തേജസ് വേണ്ടെന്ന് വെച്ച് മണ്ണിൽ വന്നതുകൊണ്ട് എനിക്കെന്ത് ഗുണം കിട്ടി? റോമലേഖനം 8:18 അറിയാവുന്നവർ ഒരുമിച്ചെന്ന് പറഞ്ഞ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. എൻ്റെ ദൈവമേ, ഇപ്പൊ നമുക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. സിംഹത്തിന്മേലും അണലിന്മേലും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ, അതേ നമുക്കറിയൂ, അത് പറഞ്ഞോണം. പക്ഷെ ഇത് മറക്കരുത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. 2 തെസ്സലോനി 2:14 നമ്മുടെ കർത്താവിൻ്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കു വിളിച്ചത്. സുവിശേഷം പ്രസംഗിക്കുന്നത്, സുവിശേഷം വിശ്വസിക്കുന്നത്, വിശ്വസിച്ചിറങ്ങി വരുന്നത് പ്രതിസന്ധികളുടെ നടുവിൽ ഒരു ഇരുമ്പ് തൂണ് പോലെ, താമ്ര മതില് പോലെ ഇട്ടെറിഞ്ഞ്
വെച്ച് മടങ്ങിപ്പോകാതെ കരുത്തോടെ നിൽക്കാൻ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തി വേറൊന്നുമല്ല. ഇതാണ്, എനിക്കൊരു മഹത്വം വെളിപ്പെടാനുണ്ട്. ഏതാണ് ആ മഹത്വം? എൻ്റെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാനുണ്ട്. 1 യോഹന്നാൻ 3:1 മുതൽ കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ്ക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അടിവരയിട്ടോണം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഫിലിപ്പി ലേഖനം 3:20-21 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിയിൽ കാഹളം നാദത്തിങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം നമ്മുടെ കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം. ശ്രദ്ധിക്കുക ആ വാക്യം. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് നിർത്തി വായിക്കണേ. എബ്രായ ലേഖനം 2:10. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതവുമായവൻ. ഒന്ന് നിർത്തിക്കുക, ഞാൻ പറഞ്ഞോട്ടെ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. ആരെയാ തിരുവെഴുത്ത് അങ്ങനെ പരിചയപ്പെടുത്തുന്നത്? പിതാവായ ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. അടുത്തത്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. ആരാണ് തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന പുത്രന്മാർ? പെന്തക്കോസ്ത് മുതൽ കാഹളം നാഥം വരെയുള്ള കോടാനുകോടി വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ തിരുവെഴുത്ത് പരിചയപ്പെടുത്തുന്നു. എത്ര പേർക്ക് വിശ്വാസത്താൽ ആമേൻ പറഞ്ഞു പറയാൻ കഴിയും? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അടുത്തത്, അവരുടെ രക്ഷാനായകനെ. ആരെ? കർത്താവായ യേശു ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. എന്താ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിൽ എന്തെങ്കിലും അപൂർണതകൾ, ന്യൂനതകൾ ഉണ്ടായിരുന്നത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ കഷ്ടം കൊടുത്ത്, ക്രൂശ് കൊടുത്ത് ആ ന്യൂനത മാറ്റിയെന്നാണോ? ഊനം മാറ്റിയെന്നാണോ? അല്ല. പിന്നെന്താ? കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ പാപമുണ്ടായിരുന്നില്ല. പാപം നോക്കാൻ പോലും കഴിയാത്ത നിർമ്മല ദൃഷ്ടിയുള്ളവനായ ദൈവം, അതാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൽ യാതൊരു അപൂർണതയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി എന്ന് പറഞ്ഞാൽ? മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനായി, നിത്യ സത്യ രക്ഷയ്ക്കായി, തേജസ്കരണത്തിനായി, നിത്യതയിലേക്കുള്ള പ്രവേശനത്തിനായി ഇന്നതുകൂടെ യേശു ക്രിസ്തു ക്രൂശിൽ തികയ്ക്കാനുണ്ടായിരുന്നു എന്ന് ആരും ഒരു വാക്കും പറയാൻ ഇടവരാതെ മാനവവർഗത്തിന്റെ വീണ്ടെടുപ്പിനായി, നിത്യതയിലേക്കുള്ള പ്രവേശനത്തിനായി, തേജസ്കരണത്തിനായി പൂർത്തീകരിക്കേണ്ടതെല്ലാം എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ യേശു ക്രൂശിൽ നിവർത്തിച്ചു, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി. ഇന്ന് രാത്രി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ക്രൂശിന് ചുവട്ടിലേക്കൊന്ന് വരാമോ? തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണ് കെട്ടി തല്ലപ്പെട്ട്, പുറമുഴുവച്ചാലു പോലെ അടിച്ചു കീറി, ഭാരമേറിയ മരക്കുരിശും ചുമലിലേന്തി യെരൂശലേം തെരുവീതിയിലൂടെ രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീഴ്ത്തി, വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും വീണും എണ്ണീറ്റും വീണും നടന്നു നീങ്ങി തലയോടിടമെന്ന ഗോൽഗൊത്ത മലയുടെ മുകളിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായ്ച്ചു വെക്കാൻ ഇടമില്ലാതെ എൻ്റെ രക്ഷിതാവ് സ്വന്തം തോളോട് തല ചായ്ച്ചു വെച്ച് കിടക്കുന്ന കാഴ്ച പ്രവാചക വരണ്യനായ യെശയ്യാവ് ആ ക്രൂശ് മരണം സംഭവിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് പിറകിൽ
പ്രവചന കുന്നിന്മേൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കണ്ടാൽ ആളല്ല എന്നും അവന്റെ രൂപം കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും അധരങ്ങൾ തുറന്ന് ക്രൂശിനെ ധ്യാനിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യണം കേട്ടോ. ക്രൂശിന് ചുവട്ടിൽ നിൽക്കുന്നവരും വഴി പോകുന്നവരും ഭീഭത്സമായ പ്രാകൃതമായ ഭീകരമായ ആ രൂപം കാണാൻ കഴിവില്ലാതെ മുഖം അറപ്പോടും വെറുപ്പോടും മറച്ചു കളയത്തക്ക നിലയിൽ അത്ര ഭീഭത്സരമായി അത്ര ഭീരൂപമായി ക്രൂശിൽ കിടക്കുന്നത് ആരെന്നറിയണ്ടേ? അത് മറ്റാരുമല്ല, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തേജസ്സിന്റെ കർത്താവാണ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കഴിയും? ഈ അഖിലാണ്ട ഘടാകത്തിന്റെ ഉടയവൻ, ഈ ബ്രഹ്മാണ്ട ഘടാകത്തിന്റെ സൃഷ്ടാവ്, അനന്തകോടി ദൂതന്മാരുടെ ആരാധനാ വിഷയം, സ്വർഗത്തിന്റെ തിലകമായവൻ, തേജസ്സിന്റെ കർത്താവ്, കണ്ടാൽ ആളല്ല എന്നും രൂപം കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായി കിടക്കാൻ കാരണം എന്താണെന്നറിയാമോ? ആദരം തുറന്ന് ഞാൻ സ്തോത്രം ചെയ്തു പറയും, അനേകം പുത്രന്മാരെ, എല്ലാവരും ആ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തു പറ, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശും മരണം എൻ്റെ തേജസ്കരണത്തിന് വേണ്ടി ദൈവം മുന്നൊരുക്കിയ രക്ഷാ പദ്ധതിയാണ്. യേശു ക്രിസ്തു മനുഷ്യനായി വന്നതും ക്രൂശിൽ മരിച്ചതും ആത്യന്തികമായി ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട്, എന്നാൽ പ്രഥമമായ ലക്ഷ്യം ഇതാണ്, എന്നെ തൻ്റെ തേജസ്സിലേക്ക് നടത്തുക. എത്ര പേർക്ക് അധരം തുറന്ന് ആമേൻ പറയാൻ കഴിയും? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം എന്നെ ചാടിത്തുള്ളിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാക്യമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ. നിങ്ങൾ മരിച്ചു. സ്തോത്രം ചെയ്ത് പറഞ്ഞു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഒരു നല്ല ആമേൻ എന്ന് പറ. എന്തിനാ മരണഭയം? എന്തിനാ നിരാശ? ഒന്ന് സ്തോത്രം ചെയ്ത് പറ, ഞാൻ മരിച്ചു, എൻ്റെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അതൊരു നല്ല അറിവല്ലേ? അതൊരു നല്ല വെളിപ്പാടല്ലേ? ആ വെളിപ്പാട് തന്ന ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അടുത്ത പദം ശ്രദ്ധിച്ചോ, നമ്മുടെ ജീവനായ ക്രിസ്തു. എന്തൊരു പ്രയോഗമാണ്! ഈ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും വേറെ എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ രഹസ്യ സന്ദേശങ്ങളിൽ ചിലരോടൊക്കെ പറയാറില്ലേ, നീ എൻ്റെ ജീവൻ്റെ ജീവനാണ് അല്ലേ? ഇപ്പം ഇലക്ഷൻ്റെ സമയമല്ലേ, ഈ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ അനുയായികൾ അന്തരീക്ഷത്തിലേക്ക് മുഷ്ടി ചുരുട്ടി വലിച്ചെറിഞ്ഞ് ഉശിരൻ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? കണ്ണേ കരളേ. അത് കേൾക്കുന്നത് തന്നെ എന്തൊരു ആസ്വാദ്യത! അവരുടെ ആവേശമാണ്, അണപൊട്ടി ഒഴുകുന്ന ആവേശം, നേതാവിനോടുള്ള അവരുടെ ആ കൂറ്. ഏകദേശം അതേ ഒരു പ്രയോഗമാണ് പൗലോസ് ഇവിടെ നടത്തുന്നത്. ഒരു നല്ല ആമേനൊന്ന് പറ. നമ്മുടെ ജീവനായ ക്രിസ്തു. ഈ വെളിപ്പാട് നമ്മുടെ അകത്ത് കയറിയിട്ടുണ്ടോ? ഈ വെളിപ്പാട് അകത്ത് കയറുമ്പോൾ ആത്മീകത ശരിയാകുന്നത് ക്രിസ്തു എനിക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും നേടാനുള്ള ഒറ്റമൂലിയല്ല, അതിനപ്പുറത്ത് തന്നാലും തന്നില്ലേലും സൗഖ്യമായാലും സൗഖ്യമായില്ല പറയാം, നമ്മുടെ ജീവനായ ക്രിസ്തു. അത്ര മനോഹര പദം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ, ഒരു നല്ല ആമേനെന്ന് പറയാമോ? അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. നമുക്ക് കിട്ടാൻ പോകുന്ന തേജസ് ഏതാ? നമുക്ക് കിട്ടാൻ പോകുന്ന മഹത്വം എന്താ? നഷ്ടപ്പെട്ട ആദാമ്യ തേജസ്സല്ല, നഷ്ടപ്പെട്ട ആദാമ്യ മഹത്വവുമല്ല. ഇന്നെൻ്റെ രക്ഷിതാവ് ഏത് തേജസ്സിലാണോ, ഏത് മഹത്വത്തിലാണോ, ആ തേജസ്സിലേക്കും മഹത്വത്തിലേക്കും എന്നെ എത്തിക്കാൻ തേജസ്സിന്റെ കർത്താവ് മനുഷ്യനായി മണ്ണിൽ വന്ന് ക്രൂശിൽ മരിച്ച് എനിക്ക് ഇത്ര വലിയ രക്ഷ തന്നതിൽ രക്ഷയുടെ സന്തോഷത്തോടെ
അധരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്വർഗമഹിമ വെടിഞ്ഞ് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ എന്തുദ്ദേശത്തിനായി യേശു മണ്ണിൽ വന്നോ, ക്രൂശിൽ മരിച്ചോ, അത് സാധിക്കാൻ പോകുകയാണ്. റോമലേഖനം 8-ാം അധ്യായം ശാന്തമായി വീട്ടിൽ ചെന്ന് വായിക്കണം. പ്രപഞ്ചം ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ്. ഒരു നല്ല ആമേൻ എന്ന് പറ. അവ മുഴുവൻ വികലമായിരിക്കുകയാണ്. ഹൈറേഞ്ചിൽ മഴത്തുള്ളി വീണിട്ട് ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ഒറ്റ മഴത്തുള്ളി വീണിട്ടില്ല. ഇനിയിപ്പോൾ ഉടനെ മഴത്തുള്ളി വീണിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം കരിയേണ്ടതെല്ലാം കരിഞ്ഞു. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണേ. പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ മാറി. ഇറാനും ഇസ്രായേലും, ഹമാസ് ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമായിരുന്നു. രഹസ്യമായി ഇറാനെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ പ്രത്യക്ഷമായി ഇറാനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യുക്രൈനും റഷ്യയും തമ്മിൽ ഒരിടത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കോവിഡ് കാലം നടന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ഓർത്ത് ഇനി ലോകത്ത് ഉടനെ അങ്ങ് യുദ്ധം ഉണ്ടാകുകയായിരുന്നു. ഒരു നല്ല ആമേനെന്ന് പറ. മനുഷ്യനെ കുഴിമാന്തി അടക്കാൻ ഇടവില്ലാതെ പോലും രോഗരാജ്യങ്ങൾ വീർപ്പ് മുട്ടിയപ്പോൾ മനുഷ്യനായെന്നാണ് എല്ലാവരും ചിന്തിച്ച്. ഞാൻ ഈ വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ചിന്തിക്കുമായിരുന്നു, ഓരോ ബാധ വന്നിട്ട് മനുഷ്യൻ മാനസാന്തരപ്പെട്ടില്ല. അപ്പം ഞാൻ ഓർക്കുക അതെങ്ങനെ സംഭവിക്കും? കാരണം ഈ കോഴിയെ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ആ കോഴിയെ കൊല്ലുന്നത് കണ്ട് വാങ്ങിച്ചാൽ ഇറച്ചി കഴിക്കാൻ നേരം മനസാക്ഷിയിലൊരു കുത്തല. ഒരു നല്ല ആമേൻ പറ. വീണ്ടും ജനിച്ചവൻ അതുണ്ടെന്ന്, അതില്ലെങ്കിൽ വീണ്ടും ജനനത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നുണ്ട്. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞു. എന്തെല്ലാം എഴുതി പിടിപ്പിച്ചിട്ടും, എന്തെല്ലാം പറഞ്ഞു വരുത്തിയിട്ടും, എന്തെല്ലാം ചെയ്ത് കൂട്ടിയിട്ടും ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ എന്നോട് പിണങ്ങരുത്, ദൈവം കൈവിട്ടെന്ന അതിൻ്റെ അർത്ഥം. ഒന്ന് സ്തോത്രം പറയാവോ? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇല്ലാതായെന്ന അതിന്റെ അർത്ഥം. ദൈവമേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയല്ലേ. ജീവന്റെ പുസ്തകത്തിന് പേര് മായിച്ചു കളയല്ലേ എന്ന് അതരം തുറന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബാധ വന്നപ്പോൾ മാനസാന്തരപ്പെട്ടില്ലെന്ന് പറയുന്നത്. ഇന്നത്തെ മനുഷ്യരെ ചിന്തിച്ചാൽ മതി. ശരിയാകാനാണെങ്കിൽ ശരിയാകേണ്ടത് കോവിഡ് കാലത്തായിരുന്നു. പക്ഷെ അതിൻ്റെ ഓർമ്മ മാറുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് മനുഷ്യരെ ബോംബിട്ട് ആയുധങ്ങൾ വർഷിച്ചും കൂട്ടക്കശാപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം വിളിച്ചു പറയാനാ. ഇന്ന് ഇവിടെ സംഭവിക്കുന്ന സകല സംഭവങ്ങളും ഒരു സത്യം നമ്മോട് വിളിച്ചു പറയുകയാണ്. പ്രപഞ്ചം ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ്. കാരണം അവരുടെ സ്വാതന്ത്ര്യം സംഭവിക്കണമെങ്കിൽ, അവയുടെ ആ വീണ്ടെടുപ്പ് യഥാസ്ഥാനത്താകണമെങ്കിൽ ദൈവപുത്രന്മാരുടെ തേജസ്കരണം സംഭവിക്കണം. ആ തേജസ്കരണം സംഭവിക്കണമെങ്കിൽ യേശു മടങ്ങി വരണം. മരിച്ച വിശുദ്ധന്മാർ ഉയർക്കണം. നാം രൂപാന്തരപ്പെടണം. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്തു പറയാം. കാലത്തിന്റെ ചുവടെടുത്ത് വായിക്കുന്ന കാലഘടികാരത്തിന്റെ മണിനാഥ ശബ്ദം ചെവിത്തടത്തിൽ മുടങ്ങുന്ന ആനുകാലിക സംഭവങ്ങൾ ബൈബിൾ വീക്ഷണത്തിൽ വിചിന്തനം ചെയ്യുന്ന ദൈവത്തിന്റെ ഭക്തന്മാർ, ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത് ഒരുമിച്ചൊന്ന് പറയണം, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ആധാരം തുറന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി വിളിച്ചു പറ, യേശു ക്രിസ്തു മടങ്ങി വരുന്നു. മരിച്ച വിശുദ്ധർ ഉയർക്കാൻ പോകുന്നു. നാം രൂപാന്തരപ്പെടാൻ പോകുന്നു. അധിക സമയം ഇനി അതിനില്ല. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു ഗാനത്തിന്റെ ഈരടികൾ ചേർന്ന് നാം ഒന്ന് പാടും. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു നിയോഗം എനിക്കുണ്ട്. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാ ഹൃദയങ്ങളും ദൈവ മുൻപാകെ ഏകാഗ്രമാകട്ടെ.
യേശു കർത്താവ് മടങ്ങി വരുന്നു പ്രിയരെ. കോടാനുകോടി വിശുദ്ധന്മാർ വിശുദ്ധമതികൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു, രൂപാന്തരപ്പെടാൻ പോകുന്നു. ആ ഉറപ്പുള്ള ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എല്ലാ അധരങ്ങളും തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തിന് നന്ദി പറയാം. നാം എല്ലാവരും കരമടിച്ച് ദൈവത്തിന് നന്ദി പറയുമ്പോൾ, അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ, കൊയറ പ്രത്യാശയുടെ ഗീതത്തിന്റെ എല്ലാ ഈരടികളും പാടില്ല, ചില ചരണങ്ങൾ മാത്രം പാടി ദൈവത്തെ സ്തുതിക്കാം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും. എല്ലാ ധരങ്ങളും ചലിക്കട്ടെ. യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതന്നാശയേ അതന്നാനന്ദമേ, അതൻ പ്രത്യാശയും പ്രഭാതമേ. അതന്നാശയേ അതന്നാനന്ദമേ, അതൻ പ്രത്യാശയും പ്രഭാതമേ. ആനന്ദദായകനാം എൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. ആനന്ദദായകനാം എൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. എന്റെ അല്ലലാകയും എനിക്കാനന്ദമേ യുഗായുഗം. എന്റെ അല്ലലാകയും എനിക്കാനന്ദമേ യുഗായുഗം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റും ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റും ആസന്നമേ. അതന്നാശയേ അതന്നാനന്ദമേ, അതൻ പ്രത്യാശയും പ്രഭാതമേ. അതന്നാശയേ അതന്നാനന്ദമേ, അതൻ പ്രത്യാശയും പ്രഭാതമേ. വാഗ്ദത്ത നാടതിലെ ശാശ്വതമാം വീട്ടിലെ സേവകർ ദൈവദൂതരല്ലോ. വാഗ്ദത്ത നാടതിലെ ശാശ്വതമാം വീട്ടിലെ ഹല്ലേലൂയ ആമേൻ. ദൈവ പൊന്മുഖം ദിനം കണ്ടിടും, ശുദ്ധരോടൊന്നായി ഞാൻ സ്തുതിച്ചിടും. ദൈവ പൊന്മുഖം ദിനം കണ്ടിടും, ശുദ്ധരോടൊന്നായി ഞാൻ സ്തുതിച്ചിടും. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോമതുകിനാവു പോൽ. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോമതുകിനാവു പോൽ. നിത്യ തേജസ്സിൻ ധനമാണതി ഫലമെൻ പ്രിയനെന്നു നൽകിടും. നിത്യ തേജസ്സിൻ ഹല്ലേലൂയ. ഓ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതന്നാശയേ അതന്നാനന്ദമേ, അതൻ പ്രത്യാശയും പ്രഭാതമേ. അതന്നാശയേ അതന്നാനന്ദമേ, അതൻ പ്രത്യാശയും പ്രഭാതമേ. അതന്നാശയേ അതന്നാനന്ദമേ, അതൻ പ്രത്യാശ ആമേ. അതന്നാശയേ ഹല്ലേലൂയ. അതന്നാശയേ അതന്നാനന്ദമേ. ആമേൻ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രാജ രാഗാന രാബാലാ വശന്തേരി രാജ ദീപലവൗഡാ രഗദഗദഗദാ ചന്ദ്രവൗഡേരി ബാനാ. ആമേൻ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. Hallelujah. Hallelujah. Thank you, Lord. Thank you, Lord. Hallelujah.
നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങൾ ഒരു മിനിറ്റ് നമുക്ക് ഏകാഗ്രമാക്കാം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാൻ ഉള്ളവൻ വരും, താമസിക്കുകയുമില്ല. എൻ്റെ മാന്യ ശ്രോതാക്കളെ, യേശു ക്രിസ്തു മടങ്ങി വരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എത്രയും വേഗം മടങ്ങി വരുന്നു. ലോകസംഭവങ്ങൾ അത് നമ്മെ വിളിച്ചറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ എന്ത് ചെയ്യണം? ഒന്ന്, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. കർത്താവെ, അങ്ങ് മനുഷ്യനായി മണ്ണിൽ വന്നതും ക്രൂശിൽ മരിച്ചതും അങ്ങയുടെ മഹത്വത്തിലേക്കും തേജസ്സിലേക്കും എന്നെ നടത്താനാണ്. ഇന്ന് രാത്രി ഹൃദയപൂർവം ഞാനത് അംഗീകരിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുക. വിശ്വാസ സ്നാനം ഒരു സത്യമാണ്, അതിന് വിധേയപ്പെടുക. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, വേർപെട്ട് കർത്താവിനെ ആരാധിക്കുക, അപ്പോസ്തലിക ഉപദേശത്തിന് കീഴ്പ്പെടുക, അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥനാ ജീവിതം നയിക്കുക. അടിസ്ഥാന വേദോപദേശ സത്യങ്ങളിലേക്ക് ഈ രാത്രി കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. പ്രിയപ്പെട്ട കൃപയിലേക്ക് വന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന നാം ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. ഭക്തിക്ക് കേടുണ്ടാക്കുന്ന ഒന്നിലും ചെന്ന് പെടരുത്. പ്രപഞ്ചമോഹങ്ങളെ വർജിക്കണം. നീതിയോടും സുബോധത്തോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം. ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, എങ്ങനെയും ജീവിക്കരുത്, നീതിയോടെ ജീവിക്കണം. എങ്ങനെയും ജീവിക്കരുത്, സുബോധത്തോടെ ജീവിക്കണം. എങ്ങനെയും ജീവിക്കരുത്, ദൈവഭക്തിയോടെ ജീവിക്കണം. യേശു മടങ്ങി വരുന്നു. യേശു ക്രിസ്തു മടങ്ങി വരുന്നു. മരിച്ച വിശുദ്ധർ ഉയർക്കാൻ പോകുന്നു. നാം രൂപാന്തരപ്പെടാൻ പോകുന്നു. അധിക സമയം അതിനില്ല. ഇന്ന് രാത്രി നിത്യതയ്ക്കായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കരമുയർത്തിയവർ മുകളിലേക്ക് ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ. കർത്താവ് ഇന്ന് രാത്രി നമ്മെ കാണട്ടെ. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. തേജസ്സിൻ്റെ കർത്താവേ, അങ്ങയുടെ മഹത്വവും തേജസ്സും വേണ്ടെന്ന് വെച്ച് മനുഷ്യനായി മണ്ണിൽ വന്നതും ക്രൂശിൽ മരിച്ചതും ഞങ്ങളെ അങ്ങയുടെ തേജസ്സിലേക്കും മഹത്വത്തിലേക്കും നടത്താനാണ്. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ ഞങ്ങളുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവിക ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി സംസാരിക്കുന്നത്. ആ ദൈവിക മർമ്മം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശും മരണമാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശും മരണം ലോക സൃഷ്ടിക്ക് മുൻപേ ഞങ്ങളുടെ തേജസ്സിനായി ദൈവം മുന്നൊരുക്കിയ രക്ഷാ പദ്ധതിയാണ്. ഇന്ന് രാത്രി ആ പദ്ധതി ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറഞ്ഞു. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വ്യാപരിച്ച് ജീവിതങ്ങളെ നിത്യതയ്ക്കായി തേജസ്കരണത്തിനായി ഒരുക്കണമേ. കൃപയിലേക്ക് വന്ന ഞങ്ങൾ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തരാകാതെ, ഗൗരവബോധമില്ലാതെ ജീവിക്കാതെ ഉത്തരവാദിത്വ ബോധമുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഈ രാത്രിയിലെ സന്ദേശത്താൽ കൃപ തന്നെ അനുഗ്രഹിക്കണമേ. സംഘാടകരെ അനുഗ്രഹിക്കണമേ. അവർ കൊടുത്ത നിയോഗത്തെ ഓർക്കണമേ. തുടർന്നുള്ള ദിവസങ്ങൾ അങ്ങയുടെ അഭിഷക്തന്മാരെ അഗ്നി കഷണങ്ങളായി ഉപയോഗിക്കണമേ. PG മാത്യു സാറിൻ്റെ കുടുംബത്തെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഈ നല്ല ദേശം, അയൽവാസികൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാം.